ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ CGLൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ CGL ആസ്പയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും. നമുക്ക് CGLൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ട് വരും എന്നാണ് SSCയുടെ സൈഡിൽ നിന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാലണ്ടറിലെ പ്രകാരമല്ല, ഈ വർഷം കുറച്ച് ഡിലേ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ടയർ എക്സാം, അതായത് പ്രിലിമിനറി എക്സാം നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാം അടുക്കുകയാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും വളരെ ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം മോക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു പരീക്ഷാ സമയത്തുള്ള ഒരു എക്സാം ഇൻ്റർഫേസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പരീക്ഷയുടെ പാറ്റേൺ ആണെങ്കിലും ലൈഫ് ടൈം പരീക്ഷയിൽ നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം. അതുപോലെ ഇത്തവണത്തെ CGL ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷണൽ ടൈമിംഗ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അല്ലാതെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് ചെയ്യാം. എനിവേസ്, സെക്ഷണൽ മോക്സ് ചെയ്യാനായിട്ട് നമുക്ക് പരീക്ഷയിലേക്ക് അധികം ദിവസമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, ഡെയിലി ചെയ്തിരിക്കേണ്ടത് ഫുൾ ലെങ്ത്, 1 മണിക്കൂറിൻ്റെ ഫുൾ ലെങ്ത് മോക്ക് എക്സാം തന്നെ ആയിരിക്കണം SSC CGLൻ്റെ. അപ്പോൾ എൻട്രി നിങ്ങൾക്കായിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എൻട്രി ആപ്പിൻ്റെ അകത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, SSC RRB എക്സാമിനേഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100-ലധികം SSC CGL പരീക്ഷയുടെ മോക്ക് എക്സാംസ് കിടക്കുന്നതായിട്ട് കാണാം. നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 100 രൂപയ്ക്കാണ് ഈ 100-ലധികം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതായത് ഏകദേശം ഒരു മോക്ക് ടെസ്റ്റിന് 1 രൂപ എന്ന കണക്കിൽ മാത്രമാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് പൈസ ചിലവഴിക്കാറുണ്ട്, ലൈക്ക് ഫുഡ് കഴിക്കാനും അല്ലാതെ ഒരു ഐസ്ക്രീം കഴിക്കാൻ, മിഠായി വാങ്ങാനും ഒക്കെ നിങ്ങൾ പൈസ കളയാറില്ല. അപ്പം ആ പൈസയേ ആകുന്നുള്ളൂ നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ വാങ്ങാനായിട്ട്. അത് ഓർക്കുക, 1-2 ഒന്നുമല്ല, ഹൺഡ്രഡ്സ് ഓഫ് എക്സാംസ് ആണ്, ഹൈലി അപ്ഡേറ്റഡ്, അതായത് കറൻറ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിൽ ടോപ്പിക്കുകൾ വരുന്ന. അതും മാത്രമല്ല, മുൻ വർഷത്തെ PYQs ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. SSC എക്സാമിനേഷൻസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഞാൻ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം PYQs എസ്പെഷ്യലി GK ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഒക്കെ ഒരുപാട് PYQs റെപ്പറ്റീറ്റീവായിട്ട് വരാറുണ്ട്. എസ്പെഷ്യലി CGL ആസ്പയർ ചെയ്യുന്ന സീരിയസ് ആയിട്ട് നോക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ GK കൂടുതലും PYQസിനെയാണ് റിലൈ ചെയ്യുക. മാത്സ് ആണെങ്കിലും GK ആണെങ്കിലും എസ്പെഷ്യലി GK കൂടുതലും PYQസിനെയാണ് റിലൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ മുൻ വർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മോക്ക് എക്സാമിനേഷൻസ് ആണ് നമ്മുടെ എൻട്രി ആപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും 1-ലധികം 2-3 മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എൻട്രി ആപ്പിൻ്റെ അകത്ത് തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ മോക്ക് മാത്രം ചെയ്താൽ പോരാ, പ്രോപ്പറായിട്ട് മോക്ക് എക്സാം ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ 1 മണിക്കൂർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 1-2 മണിക്കൂർ എടുത്തിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് കറക്റ്റ് ആയത്, എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്, എന്തൊക്കെയാണ് റോങ് ആൻസേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. റോങ് ആൻസർ എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒന്നുകൂടെ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിയതാകാം. അതെല്ലാം റോങ് ആൻസേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ റോങ് ആൻസേഴ്സ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകുക നിങ്ങളുടെ വീക്കർ ഏരിയാസ് ായിരിക്കും നിങ്ങൾ റോങ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ വീക്കർ ഏരിയാസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അതും കൂടെ എന്താക്കുക, സ്ട്രോങ്ങർ ഏരിയാസ് ആക്കി മാറ്റി ഇത്രയും മോക്ക് ടെസ്റ്റുകൾ ചെയ്തതിൻ്റെ ഒടുവിലായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പം എഫക്റ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മോക്ക് എക്സാം എഴുതുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒറിജിനൽ പ്രിലിംസ് എക്സാമിനേഷൻസിൽ അല്ലെങ്കിൽ മെയിൻസ് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഒരു നല്ലൊരു അവസരം തന്നെയാണ്. എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, ഇപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു 15 മിനിറ്റാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ചെയ്യാൻ കിട്ടുന്നതെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ ഏതൊക്കെ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ ഈ ഒരു മോക്ക് എക്സാമിനേഷൻ എൻട്രി ആപ്പിൽ നിന്ന് എടുക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡിങ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ എൻട്രി ആപ്പിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും.
അതിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പം കോഴ്സുകൾ എക്സ്പ്ലോർ ചെയ്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് SSC CGL മോക്ക് ടെസ്റ്റ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. SSC CGL Tier 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ ലോക്ക്ഡായി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒട്ടനവധി മോക്ക് ടെസ്റ്റുകളാണ്, 100-ലധികം മോക്ക് ടെസ്റ്റുകളാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതും മുൻ വർഷത്തെ CGL 2020 Tier 1 എക്സാക്ട്ലി അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CGL 2019 Tier 1 ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. CGL 2000 ലേറ്റസ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, 2020, 2021 എല്ലാ വർഷത്തെയും 2024 അടക്കം 24-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മുൻ വർഷത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ എന്താണ് ഇവിടെ വിസിബിൾ ആണ്. നിങ്ങൾക്കിത് അൺലോക്ക് ചെയ്തെടുത്ത് പഠിക്കാം. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതെ ഇരിക്കുക. ഓക്കെ, ആൻഡ് ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് ഓർത്ത് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്താൽ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻട്രി ആപ്പിൻ്റെ അകത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിൽ കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം അൺലോക്ക് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ലോക്ക്ഡൗൺ അൺലോക്ക്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ദിവസം 2-3 മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് എഴുതി അതെല്ലാം അനലൈസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് കിടിലനായിട്ട് തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാം. നിങ്ങളത് വളരെയധികം എക്സാം ക്ലിയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇത്രയധികം മോക്ക് എക്സാമുകൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ച CGLൻ്റെ പ്രിലിംസ് പേപ്പേഴ്സ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നെവർ മിസ് ദിസ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.